സമരങ്ങൾ ജനാധിപത്യത്തിൽ സാധാരണ ഉണ്ടാകാറുണ്ട്. നമ്മൾ ഒരുപാട് തവണ അത് കാണുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ സമരം എന്നതിൽ നിന്ന് മാറി അക്രമത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഒരു സ്ത്രീയെ, ഒരു മന്ത്രിയെ തെരുവിൽ ആക്രമിക്കുന്ന നിലയിലേക്ക് ഒരു സംഘടന എത്തുന്നു. അതിന് പിന്നാലെ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ലല്ലോ എന്ന ന്യായീകരണം കൂടി. എത്രമാത്രം ഭൂഷണമാണ് ഈ നിലപാട്? ഇത് അവതാരികയുടെ ഇൻട്രോയോടുള്ള വിയോജിപ്പ് ആദ്യമേ തന്നെ രേഖപ്പെടുത്താൻ സൂചിപ്പിക്കുകയാണ്. കാരണം ഈ KSU പ്രവർത്തകർ ഈ മന്ത്രി വീണ ജോർജിന് നേരെ ആക്രമിച്ചു, അക്രമം അഴിച്ചുവിട്ടു എന്ന തരത്തിലേക്കുള്ള ഇൻട്രോയൊക്കെ കേൾക്കുമ്പോൾ BGM ഇട്ട് കേൾക്കുമ്പോൾ നല്ല രസമായിട്ട് തോന്നും. അല്ലെങ്കിൽ ഒരു വനിതാ മന്ത്രിയാണ്, വനിതാ മന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ BGMൻ്റെ ഒക്കെ അകമ്പടിയോടുകൂടി അതിനൊക്കെ വലിയ രസമുണ്ടാവും. പക്ഷേ ഇന്ന് കണ്ണൂരിൽ നടന്നത് തികച്ചും ജനാധിപത്യപരമായിട്ടുള്ളൊരു സമര പ്രതിഷേധ രീതി മാത്രമാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എത്രയോ വിഷയങ്ങളുണ്ടാകുമ്പോൾ കരിങ്കൊടി പ്രയോഗങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലേക്കുള്ള സമരങ്ങളെല്ലാം ഉണ്ടാകുന്നു. ഞങ്ങൾ അവിടെ മന്ത്രി വീണ ജോർജിന് നേരെ പ്രതിഷേധം രേഖപ്പെടുത്തുമ്പോൾ, കരിങ്കൊടി ഉതിർക്കുമ്പോൾ മന്ത്രിയുടെ അടുത്ത് എത്തിയിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ഈ വിഷയമുണ്ടായി എന്ന് പറഞ്ഞ് 2-3 മണിക്കൂറുകൾക്ക് ശേഷവും KSU പ്രവർത്തകർ മന്ത്രി വീണ ജോർജിനെ ആക്രമിക്കുന്ന ഏതെങ്കിലും ഒരു വിഷ്വലുകൾ നിങ്ങൾക്ക് ഇതുവരെ മാധ്യമങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഞങ്ങൾ അതിൽ വളരെ സുവ്യക്തമായിട്ട് ഞങ്ങൾ പറയുന്നു, യാതൊരു രീതിയിലേക്കുള്ള ആക്രമണവും മന്ത്രിക്ക് നേർക്ക് ഉണ്ടായിട്ടില്ല. പ്രതിഷേധം ദൃശ്യങ്ങളില്ല എന്നത് പറഞ്ഞാണല്ലോ ഇപ്പോഴും ഈ ഘട്ടത്തിലും അലോഷ്യസ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ദൃശ്യങ്ങളില്ല, ശരിയാണ്, ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ദൃശ്യങ്ങൾ പുറത്തു വരാത്ത സാഹചര്യത്തോളം ആക്രമിച്ചിട്ടില്ല എന്ന് KSU പറയുന്നതും ആക്രമിക്കപ്പെട്ടു എന്ന് ഒരു വനിതാ മന്ത്രി പറയുന്നതും ഈ സമൂഹം ഒരുപോലെ കേൾക്കുകയാണ്. അപ്പോൾ KSU പറയുന്നതിനെ മാത്രം വിശ്വാസത്തിലെടുക്കുകയും ആ നിലയിൽ ഇപ്പോൾ അലോഷ്യസ് പറഞ്ഞതുപോലെ ഒരു ചർച്ചയുടെ ഇൻട്രോ തന്നെ പരുവപ്പെടുത്തണം എന്ന് പറയുന്നതിലെയും യുക്തി എന്താണ് അലോഷ്യസ്? അല്ല, ഞാൻ ചോദിക്കട്ടെ, മന്ത്രി വനിതയാണോ പുരുഷനാണോ എന്നതല്ലല്ലോ ഇവിടുത്തെ വിഷയം. ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വനിതയായിക്കോട്ടെ പുരുഷനായിട്ടോ മന്ത്രി ആയിക്കോട്ടെ, ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യത്തിലേക്ക് നമുക്ക് അതിനെപ്പറ്റി പ്രതികരിക്കാം. ഇത് ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 2-3 വർഷക്കാലമായി കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണ്, പ്രതിസന്ധി എന്താണ്? കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഒരു സാധാരണപ്പെട്ട ഒരാൾക്ക് കേരളത്തിന്റെ ഏതെങ്കിലും ഒരു സർക്കാർ ആശുപത്രിയിൽ വളരെ സുരക്ഷിത ബോധത്തോടു കൂടിയിട്ട് ആ ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നുണ്ടോ? ആശുപത്രിയിൽ ഒരു രോഗമായി ചെല്ലുന്ന ഒരു രോഗി മൂക്കിൽ പഞ്ഞി വെച്ച് തിരിച്ചു വരേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങനെ കാടടച്ച് വെടിവെച്ച് പോകാൻ സാധിക്കുമോ അലോഷ്യസ്? ഒരു സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകളൊക്കെ ആ നിലയിൽ ക്രിയാത്മകമായി തന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അത്തരം വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളെയും നമ്മൾ ചോദ്യമുനയിൽ നിർത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് ആശുപത്രിയിൽ പോയ ഏതൊരാളും മൂക്കിൽ പഞ്ഞി വെച്ച് തിരിച്ചു വന്നിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നതിലെ യുക്തി എന്താണ് അലോഷ്യസ്? അതല്ല വാസ്തവം എന്നുള്ളത് എനിക്കും അറിയാം, അലോഷ്യസിനും അറിയാം. ഇവിടെ പ്രശ്നം എന്താണ്? ഇന്നുണ്ടായ ആക്രമണമാണ് അല്ലെ? ശരിയാണ്, അലോഷ്യസ് പറയുന്നത് പോലെ ആക്രമിച്ചു എന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ, അല്ലെങ്കിൽ കഴുത്തിന് പരിക്കേറ്റു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്പെസിഫിക് ദൃശ്യം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ആ ദൃശ്യമില്ല എന്നതിന്റെ പേരിൽ ആക്രമിച്ചിട്ടില്ല എന്നങ്ങ് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുക? അല്ല, താങ്കൾക്ക് ആക്രമിച്ചു എന്ന് താങ്കൾക്ക് പറയാൻ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത്? വളരെ ആധികാരികമായി താങ്കൾ പറയുന്നുണ്ടല്ലോ, KSU പ്രവർത്തകർ മന്ത്രിയെ ആക്രമിച്ചു. എന്ത് ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ്? താങ്കൾക്ക് ആരെങ്കിലും, തങ്ങളുടെ റിപ്പോർട്ടർമാർ ആരെങ്കിലും നേരിട്ട് കണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഈ പറയുന്ന ഇത്രയേറെ മാധ്യമങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ഈ 3-4 മണിക്കൂർ കഴിഞ്ഞല്ലോ, നിങ്ങളുടെ എല്ലാ സോഴ്സുകളും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താമായിരുന്നല്ലോ. നിങ്ങൾ എന്ത് ആധികാരികതയുടെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഈ പ്രസ്താവന നടത്തുന്നത്? KSU പ്രവർത്തകർ മന്ത്രിയെ ആക്രമിച്ചു. KSU പ്രവർത്തകർ ആരെങ്കിലും ആകെ 4 KSU പ്രവർത്തകരെ അവിടെ പ്രതിഷേധം രേഖപ്പെടുത്താനുണ്ടായിരുന്നുള്ളൂ. 20-25ഓളം വരുന്ന പോലീസ് പരിവാരങ്ങളുടെ സംരക്ഷണ വലയത്തിലായിരുന്നു ഈ പറയുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി. പ്രതിഷേധം രേഖപ്പെടുത്തി ചെല്ലുമ്പോൾ ഈ പറയുന്ന KSU പ്രവർത്തകർ മന്ത്രിയുടെ അടുത്ത് എത്താതിരിക്കാൻ വേണ്ടി മന്ത്രിയെ വളയുന്നുണ്ട് പോലീസുകാർ, KSU പ്രവർത്തകരെ വളയുന്നുണ്ട്. KSU പ്രവർത്തകരും മന്ത്രിയും തമ്മിൽ ആ വിഷ്വലുകളിലെല്ലാം വളരെ വ്യക്തതയോടുകൂടി നമുക്ക് മനസ്സിലാകും, നല്ലൊരു ഡിസ്റ്റൻസിന് അപ്പുറം തന്നെയാണ് മന്ത്രി നിൽക്കുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് എന്താണ്? ആക്രോശിച്ചു കൊണ്ടുവരുന്ന മന്ത്രിയാണ്. ആരടാ KSUക്കാർ എന്നെ ആക്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചു കൊണ്ടുവരുന്ന ഒരു മന്ത്രി, അസഭ്യം പറയുന്ന ഒരു മന്ത്രി. പ്രതിഷേധങ്ങളെല്ലാം ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ കാലാകാലങ്ങളിൽ നടന്നിട്ടുണ്ട്. അത് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും നടത്തുന്ന പ്രതിഷേധങ്ങളാണ്. ആ പ്രതിഷേധങ്ങൾക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് എന്നെ കയ്യേറ്റം ചെയ്യൂ എന്ന് പറഞ്ഞ് ഇതിന്റെ ഇടയിലേക്ക് കടന്നു വരും. എന്നിട്ട് പോലും ഈ പറയുന്ന KSU പ്രവർത്തകർ യാതൊരു രീതിയിലേക്കും ആക്രമിക്കുന്ന ഒരു സമീപനം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത്ര കഴിവേട്ട വകുപ്പാണെന്ന് ഈ പറയുന്ന CPM-കാരൻ സ്ഥാപിക്കുമല്ലോ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ്. 4 KSU പ്രവർത്തകരെ തടയാൻ വേണ്ടിയിട്ട് 25 പോലീസുകാർക്ക് സാധിച്ചില്ല എന്നുള്ളൊരു നരേഷനിലേക്കല്ലേ നിങ്ങൾ കൊണ്ടുപോകുന്നത്? വളരെ വ്യക്തമായിട്ട് ഇത് ഒരു അവസരം ഉണ്ടായപ്പോൾ, ഒരു പ്രതിഷേധം ഉണ്ടായപ്പോൾ, അല്ല ഞാൻ സൂചിപ്പിക്കട്ടെ, അസഭ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഗുരുതരമാണല്ലോ. എന്ത് അസഭ്യമാണ് മന്ത്രി പറഞ്ഞത്?
ആ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. വളരെ ഉത്തരവാദിത്തത്തോടുകൂടി കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ പറയുന്നത്, ആക്രോശിച്ചുകൊണ്ട് വരുന്ന മന്ത്രിയുടെ ദൃശ്യങ്ങൾ താങ്കൾ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ താങ്കളുടെ മാധ്യമപ്രവർത്തനയുടെ ഞാൻ പറയുന്നത് അസഭ്യം എന്ന് തന്നെയാണ് പറഞ്ഞത്. ആക്രോശിച്ചുകൊണ്ട് കെ എസ് യു പ്രവർത്തകർക്ക് നേരെ സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിച്ചുകൊണ്ട് ഈ മന്ത്രി അങ്ങോട്ടേക്ക് ആക്രോശിച്ചു വരുന്നതെല്ലാം വളരെ വ്യക്തതയോട് കൂടിയിട്ട് ആ വിഷ്വലുകളെല്ലാം ചാനലുകളിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം താങ്കൾ മന്ത്രിയെ ന്യായീകരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു കെ എസ് യു പ്രവർത്തകൻ മന്ത്രിയെ കയ്യേറ്റം ചെയ്തു, മന്ത്രിക്ക് അത് കെ എസ് യു പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതിന്റെ ഫലമായി പരിക്കുണ്ടായി എന്ന് താങ്കൾക്ക് സ്ഥാപിക്കാൻ സാധിക്കുമെങ്കിൽ താങ്കൾ ഏതെങ്കിലും വിഷ്വലുകൾ പുറത്തുവിടുകയാണെങ്കിൽ വളരെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി അതിനുള്ള മറുപടി ഞാൻ പറയാം. അതില്ലാതെ താങ്കൾ വളരെ ആധികാരികമായി പറയുകയാണ് കെ എസ് യു പ്രവർത്തകർ ആക്രമിച്ചു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത്? സ്വാഭാവികമായിട്ടും അവിടെ ദൃക്സാക്ഷിയായിട്ട് നിന്ന താങ്കൾക്ക് പ്രവർത്തകർ മാത്രമല്ല, താങ്കൾക്ക് അങ്ങനെയല്ലേ അലോഷ്യസ്? അല്ലാതെ ഇന്ന ആള് പറയുന്നത് വിശ്വസിക്കാവൂ എന്ന് ശഠിക്കാൻ പാടുണ്ടോ? ഒരു നിമിഷം, ഞാൻ പറഞ്ഞത് താങ്കൾക്ക് വിശ്വാസമില്ലെങ്കിൽ വിശ്വസിക്കേണ്ട. അവിടെയുള്ള മന്ത്രിയോ ഈ പറയുന്ന ഷംസീർ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വാസമല്ല, അതവിടെ മാറ്റി തരട്ടെ. അവിടെ ദൃക്സാക്ഷിയായിട്ട് നിന്നിരുന്ന ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ ഓഡിയോ വേണമെങ്കിൽ ഞാനിപ്പോൾ താങ്കൾക്ക് വാട്സാപ്പിൽ അയച്ചു തരണമെങ്കിൽ ഞാൻ ഓഡിയോ അയച്ചു തരാം. ആ സ്ത്രീ അവിടെ ദൃക്സാക്ഷിയായിട്ട് നിന്നുകൊണ്ടിരുന്ന സ്ത്രീ വളരെ വ്യക്തതയോട് കൂടി പറയുന്നു, 2-3 ചെറുപ്പക്കാർ അവിടെ പ്രതിഷേധവുമായിട്ട് കടന്നു വരുമ്പോൾ അവരുടെ കയ്യിൽ ഒരു കരിങ്കൊടിയുണ്ട്. മന്ത്രി അതിനുശേഷം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുന്നു, ഇതിലേക്ക് ആക്രോശിച്ചുകൊണ്ടിരുന്നു. യാതൊരു രീതിയിലേക്കുള്ള ആക്രമണമോ ഈ കെ എസ് യു പ്രവർത്തകർ ഉണ്ടാക്കിയിട്ടില്ല, സൃഷ്ടിച്ചിട്ടില്ല എന്ന് അവിടെ ദൃക്സാക്ഷിയായിട്ടൊന്ന് നിന്ന ഒരു സ്ത്രീയുടെ ഓഡിയോ എന്റെ പക്കലുണ്ട്. താങ്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാനത് താങ്കൾക്ക് ഫോർവേഡ് ചെയ്തു. സമാധാനപരമായി അവിടെ പ്രതിഷേധിച്ച് മടങ്ങിപ്പോകുന്നു. അതിനുശേഷം ആരോഗ്യമന്ത്രി പെട്ടെന്ന് എന്നെ ആക്രമിച്ചു എന്നൊരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. കേസിന്റെ പ്രതിഷേധത്തിന് ശേഷം അവിടെ എന്തുണ്ടായി എന്നുള്ളതാണ് അലോഷ്യസ് മനസ്സിലാക്കുന്നത്. അല്ല സ്വാഭാവികമായിട്ട് ഞാൻ പറയട്ടെ, ഈ വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യ വകുപ്പ് മന്ത്രി നമുക്കറിയാം, ആള് മോണാക്റ്റിലൊക്കെ വളരെ നല്ല രീതിയിൽ അഭിനയിക്കുന്ന നല്ല അഭിനയ കുലപതിയാണ്. അദ്ദേഹത്തിന്റെ അഭിനയത്തെ പറ്റി ആർക്കും യാതൊരു തർക്കവുമില്ല. മൈലപ്ര സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മോണാക്ട്, പെൺകുട്ടികളുടെ മോണാക്റ്റിൽ 1ാം സ്ഥാനം നേടിയ മന്ത്രി ഈ പറയുന്ന വീണ കുര്യാക്കോസ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ അതേ അഭിനയ പാഠത്തോട് കൂടിയിട്ടാണ് വീണ ജോർജ് ഇവിടെ അഭിനയിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു കരിങ്കൊടി പ്രതിഷേധം, അതും മന്ത്രിയുടെ അടുത്ത് പോലും ദേഹത്ത് പോലും അതിന്റെ യാതൊരു രീതിയിലേക്ക് ആക്രമണം ഏൽക്കാതെ 2-3 മീറ്റർ അപ്പുറം നിന്നുകൊണ്ട് ഒരു കരിങ്കൊടി പ്രതിഷേധം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രയോഗം നടത്തുമ്പോൾ ഇത് എങ്ങനെയാണ് മന്ത്രിയുടെ കൈക്ക് പരിക്ക് പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മന്ത്രിയുടെ കഴുത്തിന് പരിക്ക് പറ്റുന്നത്? അതാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ പ്രതികരണത്തിൽ എന്താ പറയുന്നത്? മന്ത്രിയുടെ കൈക്ക് പരിക്ക് പറ്റിയെന്ന് പറയുന്നു. എന്നിട്ട് ആശുപത്രിയിൽ ചെന്നതിന് ശേഷം മന്ത്രിയുടെ കഴുത്തിന് വെൽറ്റിടുന്നു. നിമിഷ നേരങ്ങൾക്കകം മുഖ്യമന്ത്രി വരുന്നു, മന്ത്രി പരിവാരങ്ങൾ നടത്തുന്നു. സംസ്ഥാന വ്യാപകമായിട്ട് CPM വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കെല്ലാം വലിയ രീതിയിലേക്കുള്ള മറ്റേ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നു. ഇതിൽ നിന്നെല്ലാം സുവ്യക്തമാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ, ഇവിടെ വലിയ രീതിയിലേക്കുള്ള പ്രതിസന്ധി കേരളത്തിന്റെ ആരോഗ്യ മേഖല നേരിടുമ്പോൾ, വലിയ രീതിയിലുള്ള പ്രതിരോധത്തിൽ കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി നിൽക്കുമ്പോൾ, അതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള CPMന്റെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് ഈ ഒരു അവസരത്തെ മുതലെടുക്കുക. യാതൊരു രീതിയിലേക്കുള്ള ആക്രമണം കെ എസ് യു പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പ്രതിഷേധം രേഖപ്പെടുത്തിയെന്നത് യാഥാർത്ഥ്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.